നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ലേബർ സർക്കാരിന്റെ സാമ്പത്തിക പദ്ധതി പൂർണ്ണമായി പ്രാവർത്തികമാകുവാൻ വർഷങ്ങളെടുക്കുമെന്ന് അറിയിച്ച കെയർ സ്റ്റാമർ. ദി ഗാർഡിയൻ പത്രത്തിൽ എഴുതിയ ലേഖനത്തിലൂടെയാണ് സ്റ്റാമർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ചാൻസലർ റേച്ചൽ റീവ്സ് 26 ബില്യൺ പൌണ്ട് മൂല്യമുള്ള നികുതി വർധനവ് ഏർപ്പെടുത്തിയത് ശരിയായ തീരുമാനമാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഈ സർക്കാർ നടപ്പിലാക്കുന്ന ദീർഘകാല സാമ്പത്തിക പദ്ധതിയെ ഇപ്പോഴല്ല, പാർലമെന്റിന്റെ അവസാന കാലത്താണ് വിധിയെഴുതുവാൻ ജനങ്ങൾക്ക് കഴിയേണ്ടതെന്നും സ്റ്റാമർ കൂട്ടിച്ചേർത്തു. ബജറ്റിന് ശേഷം ഏറ്റവും ഉയർന്ന നികുതി നിരക്ക് ഏർപ്പെടുത്തേണ്ടി വന്നതിന്റെ ആവശ്യകത എന്താണെന്നുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ ശക്തമായി ഉണ്ടായിരുന്നു. ഇന്ത്യ UK സംയുക്ത സൈനിക അഭ്യാസം അജയവാരിയ 2025 സമാപിച്ചു. രാജസ്ഥാനിലായിരുന്നു ഒരാഴ്ചയോളം നീണ്ടുനിന്ന സൈനിക അഭ്യാസം നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം സെമി അർബൻ പ്രദേശങ്ങളിലെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെ നേരിടുന്നതിനെക്കുറിച്ചുള്ള അഭ്യാസങ്ങളായിരുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ സിഖ് റെജിമെന്റിന്റെയും UK സൈന്യത്തിന്റെ റോയൽ ഗൂർഖ റെജിമെന്റിന്റെയും സൈനികർ സംയുക്ത തന്ത്രപരമായ അഭ്യാസങ്ങൾ, കോംബാറ്റ് കണ്ടീഷനിംഗ്, ഹെലിബോൺ പ്രവർത്തനങ്ങൾ, റൂം ഇന്റർവെൻഷൻ, കോർഡൻ ആൻഡ് റിസർച്ച് വ്യായാമങ്ങൾ എന്നിവയ്ക്കൊപ്പം പ്രവർത്തന ചർച്ചകളും ആസൂത്രണ സെക്ഷനുകളും നടത്തിയിരുന്നു. മൂല്യനിർണ്ണയ ഘട്ടത്തിൽ രണ്ട് സംഘങ്ങളും നേടിയ ഉയർന്ന തലത്തിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത, കൃത്യത, സംയുക്ത പ്രവർത്തനം എന്നിവ പ്രദർശിപ്പിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. വെടിവെപ്പ് പരിശീലനങ്ങൾ, റിഫ്ലെക്സ് ഷൂട്ടിംഗ്, റോക്കറ്റ് ലോഞ്ചർ ഫയറിംഗ്, സ്നിപ്പർ, MMG ഡ്രില്ലുകൾ എന്നിവയുൾപ്പെടെയുള്ള വെല്ലുവിളി നിറഞ്ഞ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. യഥാർത്ഥ പോരാട്ട സാഹചര്യങ്ങൾ പകർത്തുന്ന സാഹചര്യ അധിഷ്ഠിത ഇടപെടലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാരകമായ രോഗങ്ങൾക്കുള്ള പരിശോധനകൾ ലഭിക്കുന്നില്ലെന്ന് റിപ്പോർട്ട്. ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ പോലെയുള്ള മാരക രോഗങ്ങൾക്ക് നിർണായക പരിശോധനകൾ ലഭിക്കുവാൻ ആഴ്ചകളോളം കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ടെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പിലൂടെ പറയുന്നു. ഈ താമസം രോഗികളുടെ ചികിത്സ വൈകിക്കുകയും ആരോഗ്യനില വഷളാക്കുകയും ചെയ്യുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. റോയൽ കോളേജ് ഓഫ് റേഡിയോളജിസ്റ്റുകളുടെ വിശകലനമനുസരിച്ച് സെപ്റ്റംബറിൽ മാത്രം 3,86,841 പേർ രോഗനിർണയ പരിശോധനയ്ക്കായി 6 ആഴ്ചയിലധികം കാത്തിരുന്നെന്നാണ്. CT സ്കാൻ, MRI, ഹൃദയരോഗ നിർണയ ടെസ്റ്റുകൾ, ക്യാൻസർ തുടങ്ങി നിർണായക പരിശോധനകളാണ് ഇവർക്ക് ലഭിക്കാതെ പോകുന്നത്. 2027 ആകുമ്പോഴേക്കും 20% കൂടുതൽ രോഗികൾക്ക് രോഗങ്ങൾ കണ്ടെത്തുന്നതിന് CT സ്കാനുകൾ, MRI തുടങ്ങിയവ ഉറപ്പാക്കുവാൻ NHS ഇംഗ്ലണ്ട് ആരോഗ്യ ട്രസ്റ്റുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെസ്റ്റ് ഹാം ഇതിഹാസം ബെല്ലി ബോൺസ് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. 1960കളുടെ അവസാനം മുതൽ വെസ്റ്റ് ഹാമിനൊപ്പം കളിച്ച താരമാണ് ബെല്ലി ബോൺ. ക്ലബിനായി 799 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 2 FA കപ്പും നേടിയിരുന്നു. ദീർഘകാലം ക്ലബിന്റെ ക്യാപ്റ്റനുമായിരുന്നു. 4 തവണ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡുകൾ നേടിയിട്ടുണ്ട്. 41 വയസ്സിലാണ് വെസ്റ്റ് ഹാം ജേഴ്സിയിൽ അദ്ദേഹം വിരമിച്ച ശേഷം 4 വർഷത്തോളം വെസ്റ്റ് ഹാമിന്റെ പരിശീലകനായി ബെല്ലി ബോൺസ് ക്ലബിനൊപ്പം ഉണ്ടായിരുന്നു. 2019 വെസ്റ്റ് ഹാമിന്റെ ഹോം സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്റ്റാൻഡും നിർമ്മിച്ചിരുന്നു. ഏകദേശം 20,000-ഓളം ആരാധകരെ ഉൾക്കൊള്ളുന്ന സ്റ്റാൻഡായിരുന്നു അത്. 16-കാരനെ വെടിവെച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാത്രി അബർഡീനിൽ നിന്ന് 26 വയസ്സുള്ള ഒരാളെ സ്കോട്ട്ലാൻഡ് പോലീസ് അറസ്റ്റ് ചെയ്തതായി സൌത്ത് യോർക്ക്ഷയർ പോലീസ് അറിയിച്ചു. കുറ്റവാളിയെ സഹായിച്ചുവെന്ന സംശയത്തിൽ 23 വയസ്സുള്ള സ്ത്രീയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശനിയാഴ്ച അബർഡീനിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൊലപാതക ഗൂഢാലോചന നടത്തിയെന്ന സംശയത്തിൽ 15ഉം 16ഉം വയസ്സുള്ള 2 ആൺകുട്ടികളെ ഈ ആഴ്ച ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. വെടിയേറ്റ കൌമാരക്കാരൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. തിങ്കളാഴ്ച വൈകിട്ട് ഷെഫീൽഡിലെ ലണ്ടൻ റോഡിലാണ് 16-കാരനെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസും പാരാമെഡിക്കലുകളും എത്തി കൌമാരക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 1-ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 17 റൺസ് വിജയം. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 349 റൺസെടുത്തു.
ദക്ഷിണാഫ്രിക്കയുടെ മറുപടി ബാറ്റിംഗിൽ 49.2 ഓവറിൽ 332 റൺസ് എടുക്കുവാനേ സാധിച്ചുള്ളൂ. ഇതോടെ 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. 120 ബോളിൽ 135 റൺസ് എടുത്ത വിരാട് കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ബുധനാഴ്ച റായ്പൂരിലാണ് രണ്ടാം ഏകദിനം. യുകെയിലെ ഹോർട്ട് സെക്ടറിൽ ഇന്ത്യൻ വിദ്യാർത്ഥി കുത്തേറ്റു മരിച്ചു. ഹരിയാനയിലെ ചാർക്കി ദാദ്രിയിൽ നിന്നുള്ള വിജയ് കുമാർ ഷെറോൺ ആണ് കൊല്ലപ്പെട്ടത്. സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസിലെ കേന്ദ്ര സർക്കാർ ജോലി രാജിവെച്ചാണ് വിജയ്കുമാർ ബ്രിസ്റ്റോളിലെ യൂണിവേഴ്സിറ്റി ഓഫ് ദ വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ടിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി എത്തിയത്. ചൊവ്വാഴ്ച പുലർച്ചെ ബാർബോൺ റോഡിൽ ഗുരുതരമായ പരിക്കുകളോടെയാണ് വിജയ്കുമാറിനെ പോലീസ് കണ്ടെത്തുന്നത്. ആക്രമണ വിവരം ലഭിച്ചതിനെ തുടർന്ന് എത്തിയ പോലീസും പാരാമെഡിക്കലുകളും യുവാവിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും അന്വേഷണം പുരോഗമിക്കുന്നതിന്റെ ഭാഗമായി അവരെ ജാമ്യത്തിൽ വിട്ടു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പങ്കുവച്ചിട്ടില്ല. അതേസമയം കൊലപാതകവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനു വേണ്ടിയുള്ള അടിയന്തര നയതന്ത്ര സഹായം ആവശ്യപ്പെട്ടും കുടുംബം വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചു. കൊലപാതകവുമായി ബന്ധപ്പെട്ട ഹരിയാനയിൽ നിന്നോ പഞ്ചാബിൽ നിന്നോ ഉള്ള ആരെങ്കിലും ഉൾപ്പെട്ടിരിക്കാമെന്നാണ് വിജയ്കുമാറിന്റെ കുടുംബം ആരോപിക്കുന്നത്. യുകെയിലെ വിവിധ ഗായക സംഘങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഗർഷോം ടിവിയും ലണ്ടൻ അസാഫിയൻസും ചേർന്ന് സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് കരോൾ ഗാന മത്സരം 8ാം പതിപ്പ് ഡിസംബർ 6-ന് നടക്കും. ശനിയാഴ്ച കവൻട്രി വില്ലൻ ഹാൾ സോഷ്യൽ ക്ലബിൽ ഉച്ചകഴിഞ്ഞ് 2 മണി മുതലാണ് പരിപാടി നടത്തപ്പെടുന്നത്. പരിപാടിയിൽ സംഗീത, സാംസ്കാരിക, ആത്മീയ മേഖലകളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കും. കരോൾ ഗാന മത്സരങ്ങൾക്ക് ശേഷം പ്രമുഖ ഗായകരെയും സംഗീതജ്ഞരെയും അണിനിരത്തിക്കൊണ്ട് ലണ്ടനിലെ പ്രമുഖ സംഗീത ബാൻഡായ ലണ്ടൻ അസാഫിയൻസ് അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക്കൽ ഷോയും നടക്കും. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ കരോൾ ഗാന മത്സരത്തിൽ വിജയികളാകുന്നവരെ കാത്തിരിക്കുന്നത് അത്യാകർഷകങ്ങളായ ക്യാഷ് അവാർഡുകളും ട്രോഫികളുമാണ്. 1ാം സമ്മാനമായി 1000 പൌണ്ടും ട്രോഫിയും, 2ാം സമ്മാനമായി 500 പൌണ്ടും ട്രോഫിയും, 3ാം സമ്മാനമായി 250 പൌണ്ടും ട്രോഫിയുമാണ് വിജയിക്കുന്ന ടീമുകൾക്ക് ലഭിക്കുക. 4ഉം 5ഉം സ്ഥാനത്തെത്തുന്നവർക്കും ബെസ്റ്റ് അപ്പിയറൻസിനും ട്രോഫികളും സ്പെഷ്യൽ കാറ്റഗറിയിലായി വിവിധ സമ്മാനങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട്. സംഗീത മത്സരത്തിൽ ഇനിയും പങ്കെടുക്കുവാൻ താൽപര്യം ഉള്ള ഗായക സംഘങ്ങൾ രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി ഭാരവാഹികളുമായി ബന്ധപ്പെടുക. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.